ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഈ വീഡിയോയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിതിന്റെ ജേണിയാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നിട്ട് പിന്നെ വിസ കിട്ടി. അത് പിന്നെ അവര് 180 days തന്നെ വെള്ളം കുടിപ്പിച്ചു. ഇവിടെ എല്ലായിടത്തും മെയിൻലി ഫസ്റ്റ് റൗണ്ട് HR റൗണ്ട് ആയിരിക്കും. HR റൗണ്ട് പോയി, HR റൗണ്ട് പാസ്സായി. കാൾ സെയ്സ് എന്ന് പറഞ്ഞ 2 കമ്പനികളുടെ ടൈപ്പ് ആയിട്ടുള്ള ഒരു സ്കോളർഷിപ്പിന്റെ ഒരു ബോഡി ഉണ്ട്. അവരാണ് എന്നെ സ്പോൺസർ ചെയ്യുന്നത്. റീമോൺസ്ട്രേഷൻ 30 days ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമുക്ക് വിസ എന്നാണ് റിജക്ഷൻ നമ്മൾ കൈപ്പറ്റുന്നത് ആ ഡേറ്റ് മുതൽ വിത്തിൻ 30 days റീമോൺസ്ട്രേഷൻ അവിടെ എത്തിയിരിക്കണം, അല്ലെങ്കിൽ വാലിഡ് അല്ല. അപ്പം അവിടെ ഞാൻ അയച്ചു കൊടുത്തു. ബാംഗ്ലൂർ കോൺസുലേറ്റിലേക്കാണ് അയക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഒരു ഇതിനു വേണ്ടി പുള്ളി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഏജന്റ് ഇവിടെ ജർമ്മനിയിൽ ഒരു അഡ്വക്കേറ്റിനെ കൊണ്ട് വെച്ചുകൊണ്ട് ബെർലിനിലും കൂടെ എൻ്റെ റീമോൺസ്ട്രേഷൻ്റെ ഒരു സാധനം ഡ്രാഫ്റ്റ് ചെയ്ത് ഇവിടെ സബ്മിറ്റ് ചെയ്തു. ഇപ്പം 2 സൈഡിൽ നിന്ന് റീമോൺസ്ട്രേഷൻ വന്നുകൊണ്ട് സ്ട്രോങ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. ബേസിക്കലി റീമോൺസ്ട്രേഷനിൽ എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ റീമോൺസ്ട്രേഷനെ നമ്മൾ കോൺസുലേറ്റിൽ നമ്മൾ റീമോൺസ്ട്രേഷൻ കൊടുത്താൽ അതിൻ്റെ ഡിസിഷൻ എടുക്കേണ്ടത് ബെർലിനിലാണ്. ബെർലിൻ ഔസ്ലാൻഡ് ബിഹോൾഡറയിലാണ് ഇതിന്റെ ഡിസിഷൻ വരേണ്ടത്. എൻ്റെ അറിവ് വെച്ചിട്ടാണ് പറയുന്നത്. എൻ്റെ അടുത്ത് ഏജന്റ് പറഞ്ഞതിന്റെ അറിവ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ അത് തെറ്റുണ്ടായിരിക്കാം, എനിക്കറിയില്ല. റീമോൺസ്ട്രേഷൻ ചെയ്യേണ്ടതല്ല, ഓക്കെയാണ്. ഈ ഡിസിഷൻ എടുക്കേണ്ടത് നമ്മൾ കോൺസുലേറ്റിൽ റീമോൺസ്ട്രേഷൻ കൊടുത്താൽ ഔസ്ലാൻഡ് ബിഹോൾഡർ ബെർലിനിലാണ് എടുക്കേണ്ടതെന്നാണ് എൻ്റെ ഏജന്റ് പറഞ്ഞത്. അതാണ് എൻ്റെ അറിവ്. അപ്പം റീമോൺസ്ട്രേഷൻ കൊടുത്തു, ഒരു അറിവുമില്ല. റീമോൺസ്ട്രേഷൻ നമ്മൾ കൈപ്പറ്റി എന്ന് പോലും അവരെ നമ്മൾ അറിയിക്കില്ല. അപ്പം അതേസമയം തന്നെ എൻ്റെ കൂടെ റീമോൺസ്ട്രേഷന് എനിക്ക് മുമ്പേ അപ്ലൈ ചെയ്ത പിള്ളേരൊക്കെ എനിക്കറിയാം. കാരണം ഈ വിസ റിലേഷൻ കിട്ടിക്കഴിയുമ്പോൾ വിസ റിലേഷൻ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഈ ഹതഭാഗ്യരായ എന്നെ പോലുള്ള ഓരോ സ്റ്റുഡൻസിനെ ഉള്ളവരെ ഞാൻ ഫോൺ വിളിച്ചു സംസാരിച്ചു. ഇതിൻ്റെ അകത്ത് എല്ലാവരും തന്നെ പറഞ്ഞത് ഒരേ ഒരാളാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും റിജക്ഷൻ തന്നത്. പക്ഷെ അതിനകത്തൊന്നും പബ്ലിക് യൂണിവേഴ്സിറ്റി ആരും ഉണ്ടായിരുന്നില്ലല്ലോ, അവരെല്ലാം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ളവരായിരുന്നു. മിക്കവരും തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു. പബ്ലിക് യൂണിവേഴ്സിറ്റി റിജക്ഷൻ കിട്ടുന്നത് എൻ്റെ അറിവിൽ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അന്ന് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. ബാക്കി എല്ലാവരും തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. ചിലവർക്ക് IELTS ഇല്ല. ഞാൻ പറഞ്ഞ വാലിഡ് റീസൺ കൊണ്ടാണ്. എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു റിജക്ഷൻ ആയിരുന്നു കിട്ടുന്നത്. അപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിന് സെപ്റ്റംബറിലാണ് വിസ റിജക്ഷൻ ആവുന്നത്. ഒക്ടോബർ തൊട്ട് APS ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു ഗ്രൂപ്പ് ലാസ്റ്റ് ഒക്ടോബർ അല്ല, ഓർക്കുന്നുണ്ടോ ഡേറ്റ് കറക്റ്റ്? ഏതാ സമയം? ഇതിന് ഏത് ബാച്ച് ആയിരുന്നോ അതിന്റെ നെക്സ്റ്റ് മന്ത് തൊട്ടായിരുന്നു APS വേണമെന്നുള്ളത് നിയമം. ശരിയാണെങ്കിൽ നവംബറിൽ APSന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഡിസംബർ മുതലാന്ന് തോന്നുന്നു. ഡിസംബർ മുതലുള്ള പുതിയ വിസ ആപ്ലിക്കേഷൻ ആണ്. ഡിസംബർ ആണോ ജനുവരി ആണോ മുകളിലുള്ളതിന് APS ജനുവരി അല്ല, ഈ വർഷം ഡിസംബർ. അപ്പൊ ഡിസംബർ ആണ്. കാരണം നവംബർ 1 മുതലാണ് APSന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവര്. അപ്പം സോ ആ ഒരു ലാസ്റ്റ് ബാച്ചില് വിസ അപ്പോയിന്റ്മെന്റ് വന്നിരുന്ന കുറച്ചു പേർക്ക് അന്ന് റിജക്ഷൻ. ഇനിയിപ്പം അതുകൊണ്ടാണോ അവര് റിജക്ഷൻ തന്നത്, ആൾക്കാർ APSന് വേണ്ടിയാണോ ഒന്നും എനിക്കറിയില്ല. എനിക്ക് റിജക്ഷൻ തന്നു. അപ്പം അതാണ് വേറൊരു കാര്യം കൂടെ. എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ വന്നൊരു എന്ന് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ എനിക്ക് APS എടുക്കാനുള്ള ഒരു 30 months ഡിലേ എനിക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ഞാൻ റീമോൺസ്ട്രേഷന് പോയാൽ 30 months അറിയാൻ പറ്റിയാലോ എന്ന് വിചാരിച്ചും കൂടിയാണ് ഞാൻ റീമോൺസ്ട്രേഷന് പോയത്. എനിക്ക് രണ്ടാമത് വിസ ആപ്ലിക്കേഷൻ APSും വേണമായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാം കൂടെ കുഴഞ്ഞു പറഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പം പിന്നെ എന്റെ ഏജന്റ് പുള്ളി പറഞ്ഞ കോൺഫറൻസ് റീമോൺസ്ട്രേഷന് പോയി. അപ്പൊ റീമോൺസ്ട്രേഷൻ ഞാൻ കൊടുത്തു. അതിന്റെ ഒപ്പം തന്നെ ഞാൻ APSന് അപ്ലൈ ചെയ്തു. അന്നൊക്കെ എൻ്റെ കുറെ പൈസ കൂട്ടി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ APSന് 15000 രൂപയാണ്. ഇപ്പോഴും 18,000 തന്നെയാണ്. അപ്പം 18,000 റീമോൺസ്ട്രേഷന് അത് അഡ്വക്കേറ്റിന്റെ അങ്ങനെയൊക്കെ പറഞ്ഞു. റീമോൺസ്ട്രേഷൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 5 പൈസയുടെ ചെലവില്ല. ആ കത്ത് നമ്മൾ എത്തിക്കാന്നുള്ളൂ. പിന്നെ ബാക്കി ഞാൻ വേറെ എൻ്റെ സെൽഫ് എക്സ്പെൻസ് ആണ്. ഞാൻ അതോടെ പറയുന്നില്ല. ഏജന്റിന്റെ ഒരു എക്സ്പെൻസ് ആണ് അത്. റീമോൺസ്ട്രേഷൻ നിങ്ങൾ തന്നെയാണ് ഡ്രാഫ്റ്റ് ചെയ്ത് നിങ്ങൾ തന്നെയാണ് അയക്കുന്നതെങ്കിൽ ജർമ്മൻ കോൺസുലേറ്റിൽ 1 പൈസ പോലും കൊടുക്കണ്ട. ജസ്റ്റ് ആ ലെറ്റർ ജർമ്മൻ കോൺസുലേറ്റിൽ എത്തിക്കുക എന്നുള്ളൂ. റീമോൺസ്ട്രേഷൻ ഇപ്പം എടുത്തു കളഞ്ഞു വരും. ഇപ്പം ബെർലിൻ കോർട്ടിൽ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പൈസ വരും. അഡ്വക്കേറ്റ് വേണമല്ലോ, എന്തായാലും പൈസ വരും. അപ്പോൾ ഞാൻ APSന് അപ്ലൈ ചെയ്തു. ഞാനാണ് APSന് അപ്ലൈ ചെയ്യുന്ന ഫസ്റ്റ് ബാച്ച് ഓഫ് ആൾക്കാർ. അന്ന് എനിക്കറിയില്ല APSന് എങ്ങനെ അപ്ലൈ. അപ്പം ഞാൻ APSന് കയറി നോക്കുന്നു.
എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കുന്നു. അപ്പം ഞാൻ എന്നിട്ട് അവരുടെ സൈറ്റിൽ കയറുന്നു. അക്കൗണ്ട് അന്നൊക്കെ APS തുടങ്ങിയ സമയത്ത് അവരുടെ പോർട്ടലിൽ ഫുൾ തെറ്റപ്പ് എന്നുവെച്ചാൽ തെറ്റുകളാണ്. നമ്മൾ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്താൽ അതിന് പിന്നെ എഡിറ്റ് ചെയ്യാൻ ഇല്ല ഓപ്ഷൻ. അപ്പൊ നമ്മൾ പിന്നെ ഈ പറഞ്ഞ പോലെ ഈ APS ഇപ്പൊ എല്ലാ പിള്ളേർക്കും അറിയായിരിക്കും. നമ്മൾ കളർ ഫോട്ടോ സ്റ്റാൻഡ് എടുത്തിട്ട് അയച്ചു കൊടുക്കുമ്പോൾ അതിൽ നമ്മളൊരു പേപ്പറിൽ എഴുതി കൊടുക്കുവാണ്, ഇന്നതൊരു തെറ്റാണ്, അത് കറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഓക്കെ, അത്രേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ ഈ ആപ്ലിക്കേഷന്റെ പോർട്ടലിൽ കയറി എഡിറ്റ് ചെയ്യുന്ന പരിപാടി ഇല്ല. അന്ന് തന്നെ ഹാങ് ആണ്, കാരണം എല്ലാ പിള്ളേരും ഇടിച്ചുകൂത്തി കയറുമല്ലേ. അപ്പോൾ ഞാൻ നവംബർ ഫസ്റ്റ് വീക്കിൽ തന്നെ എല്ലാം രജിസ്റ്റർ ചെയ്യുന്നു, പൈസ അടയ്ക്കുന്നു, സർട്ടിഫിക്കറ്റ് എടുക്കുന്നു. ഡെമോൺസ്ട്രേഷൻ മുമ്പേ ചെയ്തു. ഒക്ടോബർ റിജക്ഷൻ കിട്ടി. ഒക്ടോബർ മിഡ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഡെമോൺസ്ട്രേഷൻ കൊടുത്തു. അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ APS കൊടുത്തു. APS എന്ന് പറയട്ടെ, എനിക്ക് 30ാമത്തെ ദിവസം APS എന്റെ കൈ കിട്ടി. എന്നെ 28ാമത്തെ ദിവസമോ 27ാമത്തെ ദിവസമോ അവിടെ നിന്ന് ഒരു കോൾ വന്നു എനിക്ക്. അവര് കോൾ വന്നിട്ട് എന്നോട് അവര് ചോദിച്ചു, ഞാൻ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, നമുക്ക് നമ്മുടെ പ്രൊഫസറിന്റെ പേരും നമ്മുടെ പോർട്ടലിന്റെ നമ്മുടെ K2 പോർട്ടൽ ഉണ്ടല്ലോ അതിന്റെ ലോഗിനും പാസ്വേഡും നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞു. അത് ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ അവരെന്നെ വിളിച്ചിട്ട് അതിന്റെ പാസ്വേഡ് ചോദിച്ചു. അപ്പൊ വിളിച്ചു കഴിഞ്ഞപ്പോ എന്റെ പാസ്വേഡ് തെറ്റായിരുന്നു. അപ്പൊ അവരെന്നെ 5 മിനിറ്റ് ആയിട്ട് വീണ്ടും വിളിച്ചു. ഇതൊക്കെ സംഭവിക്കാൻ ഇതൊക്കെ അവരെന്നെ വിളിച്ചെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ബാച്ച് ഓഫ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് അവർക്ക് ടൈം ഉണ്ടായിരുന്നു, എക്സ്പെരിമെന്റ് ആയിരുന്നു. അതുകൊണ്ട് അവരെന്നെ വിളിച്ചു. അതിനുശേഷം എന്റെ ഫ്രണ്ട്സ് കുറെ പേര് അപ്ലൈ ചെയ്തവർക്ക് 5 മാസത്തോളം കൊടുത്തു. നവംബർ ഫസ്റ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് എനിക്ക് അവര് പറഞ്ഞ പോലെ 1 മാസത്തിൽ സാധനം കിട്ടി. എനിക്കൊക്കെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകളായിരുന്നു. എനിക്ക് 5 കോപ്പിയാണ് കിട്ടിയത്. ഇപ്പോൾ ഉള്ള അതെ എനിക്ക് ഹാർഡ് കോപ്പിയാണ് കിട്ടിയത്, പ്രിന്റഡ് ആയിട്ടുള്ള 5 കോപ്പി. അത് വിസയ്ക്ക് വേണ്ടി 2 എന്തോ കൊടുക്കണം. പുതിയ 2 കൊടുത്താൽ ബാക്കി 3 എന്റെ ബാക്കിയുള്ളൂ. പിന്നെ ഓരോ കോപ്പിക്ക് എക്സ്ട്രാ 500 രൂപ എന്തോ കൊടുക്കണമായിരുന്നു. പക്ഷെ ഇപ്പോൾ പിള്ളേർക്ക് ഡിജിറ്റലാ, നമുക്ക് ഇഷ്ടമുള്ള കോപ്പി എടുക്കാം. അതൊരു ഗുണമാണ് സത്യം പറഞ്ഞത്. പിന്നെ എനിക്ക് കൊടുക്കേണ്ട വന്നില്ല, കാരണം ഡെമോൺസ്ട്രേഷൻ പോകുന്നതുകൊണ്ട്. അതുകൊണ്ട് ഇപ്പോഴും എന്റെ 5 കോപ്പി ഇരിപ്പുണ്ട്. അപ്പോൾ അതാണ് APS. പിന്നെ റീമോൺസ്ട്രേഷന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാല് റീമോൺസ്ട്രേഷന്റെ ഞാൻ കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ 90 വർക്കിംഗ് ഡേയ്സിൽ ഡിസിഷൻ അറിയിക്കണം. അതാണ് റീമോൺസ്ട്രേഷന്റെ റൂള്. റീമോൺസ്ട്രേഷൻ നമ്മൾ അയച്ച് അവിടെ കൈപ്പറ്റിയിട്ട് 90 വർക്കിംഗ് ഡേയ്സ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ 90 ഫുൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡേയ്സ് ആണോ അതും എനിക്ക് വലിയ ഉറപ്പില്ല. വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും. നമ്മൾ ഇതിന്റെ കൂട്ടി നോക്കിയിട്ട് 90 ഡേയ്സ് വർക്കിംഗ് ഡേയ്സ് ആണ് എടുത്തത്. 90 വർക്കിംഗ് ഡേയ്സ് കറക്റ്റ് അല്ല. അപ്പം അതും കഴിഞ്ഞു. അത് കഴിഞ്ഞ് കാണും. ഞാൻ നോക്കിയിട്ട് ഞാൻ വർക്കിംഗ് ഡേയ്സ് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത്. ഞാൻ നോക്കിയിട്ട് എനിക്ക് 118 ഡേയ്സ് അത് കൊടുത്തു. ഞാൻ റീമോൺസ്ട്രേഷൻ കൊടുത്തു. ഞാൻ വിചാരിച്ചു 1 മാസത്തിൽ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് റീമോൺസ്ട്രേഷന് പോയത്. അത് കഴിഞ്ഞ് എനിക്ക് ഒരു ദിവസം ഒരു മെയിൽ വന്നു, നിങ്ങളെ ചിലപ്പോൾ കോൺസലേറ്റ് ചെയ്താൽ വന്നത്, നിങ്ങളുടെ ട്രാവൽ ഇൻഷുറൻസും ബ്ലോക്ക്ഡ് അക്കൗണ്ട് അപ്പത്തേക്ക് അവർ എമൗണ്ട് കൂട്ടി. ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് 10,353 അത് എത്രയാണെന്ന് വെച്ചാൽ താഴെ എവിടെയല്ലേ എഴുതി കാണിക്കും. ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് 10,000 സംതിങ് euros ആണ് ബ്ലോക്ക്ഡ് അക്കൗണ്ട് എമൗണ്ട്. അപ്പൊ അതിനൊക്കെ വന്നതും അത്ര എമൗണ്ട് വെച്ചിട്ടാണ്. എന്റെ ഇത് കഴിഞ്ഞ് APS വന്നിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ മൂല്യം എമൗണ്ട് കൂട്ടി 11,000. ഇപ്പൊ എത്രയാണ് ആ എമൗണ്ടിലേക്ക് മാറി? 11,704 ആണെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ കറക്റ്റ് എമൗണ്ട് ഇപ്പോഴത്തെ 11,208 ആണെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ 938 പെർ മന്ത്. 938 പെർ മന്ത് ആണെന്നാണ് എന്റെ ഒരു ഉറപ്പം. അപ്പം ഓൾറെഡി 10,000 സംതിങ് ഓരോ എന്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. അപ്പൊ അവര് പറഞ്ഞു എക്സ്ട്രാ ഉള്ള എമൗണ്ട്, എക്സ്പാട്രിയയിലാണ് ഞാൻ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത്. എക്സ്ട്രാ വന്ന എമൗണ്ട് ആഡ് ചെയ്തിട്ട് അതിന്റെ ഒരു നമുക്കൊരു ഡോക്യുമെന്റ് കിട്ടും, അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റും കൺഫർമേഷനും കിട്ടും. അതും ട്രാവൽ ഇൻഷുറൻസ്, പുതിയ ട്രാവൽ ഇൻഷുറൻസ്, അത് എക്സ്പാട്രി തന്നെ ചെയ്തുകൊണ്ട് എക്സ്പാട്രിയുടെ ട്രാവൽ ഇൻഷുറൻസ്, ഡോക്ടർ വാൾട്ടറിന്റെ പേര് ഓർമ്മയില്ല, ഡോക്ടർ വാൾട്ടറിന്റെ തോന്നുന്നു. അപ്പം അതിന്റെ പുതിയ അപ്ഡേറ്റഡ് ട്രാവൽ ഇൻഷുറൻസ് 2 കൂടെ മെയിൽ അയക്കാൻ പറഞ്ഞു. എനിക്ക് ആകെ ഒരു സെന്റൻസിലുള്ള മെയിലേ വന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ വിസ റിജക്ഷൻ റിമോൺസ്ട്രേഷൻ കഴിഞ്ഞ് നമുക്ക് അക്സെപ്റ്റൻസ് കിട്ടിയാൽ, ഇങ്ങനെ കിട്ടിയ ഒരാളെ എനിക്കറിയാം, കോയമ്പത്തൂർ UFSC, കോയമ്പത്തൂർ ചെന്നൈ കോൺസുലേറ്റ് ചെയ്യുന്നു.
അവൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചു. ആ പയ്യൻ ബാച്ചിലേഴ്സ് ഇപ്പൊ പഠിക്കുന്നവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അവൻ പറഞ്ഞു വെച്ചാൽ അവനൊക്കെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ലെറ്റർ വന്നു, നിങ്ങളുടെ വിസ അക്സെപ്റ്റഡ് ആയി, അതുകൊണ്ട് നിങ്ങൾ ഈ ഇപ്പൊ പുതിയ ട്രാവൽ ഡോക്യുമെന്റും നിങ്ങളുടെ പാസ്പോർട്ടും കൂടെ കൊണ്ടുവന്ന് VFS സബ്മിറ്റ് ചെയ്യും എന്നാ പറഞ്ഞത്. പക്ഷെ എനിക്ക് വന്ന അങ്ങനെയല്ല. എനിക്കൊരു മെയില് വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ട്രാവലിന്റെ പുതിയ ഇൻഷുറൻസും ഈ സാധനം ചെയ്യൂ, അല്ലാതെ എനിക്ക് പാസ്പോർട്ട് കിട്ടിയെന്നോ അല്ലെങ്കിൽ എന്റെ വിസ അപ്രൂവ് ആയെന്നോ ഒന്നുമില്ല. അപ്പൊ എനിക്ക് വീണ്ടും ടെൻഷൻ, ഒന്നുമില്ലല്ലോ. പിന്നെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ അവര് എന്റെ അടുത്ത് പൈസ കൂട്ടാൻ പറയില്ലല്ലോ എന്നുള്ളൊരു വിശ്വാസം. പക്ഷെ ഒരു ലൈൻ ഒരു മെയിൽ അയച്ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. അതയച്ചിട്ട് പിന്നെ അനക്കമില്ല. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തു, ഒരാഴ്ച വെയിറ്റ് ചെയ്തു, അനക്കമില്ല. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് ജർമ്മൻ കോൺസുലേറ്റിലേക്ക് ഫോൺ ചെയ്തു. ഞാൻ ഓർക്കുന്നുണ്ട് നമ്മൾ ലിങ്ക്ഡിനിലൊക്കെ ഒരു ജർമ്മൻ കോൺസുലേറ്റ് വർക്ക് ചെയ്യുന്നവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ തപ്പൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജർമ്മൻ കോൺസുലേറ്റിലേക്ക് ഫോൺ ചെയ്തപ്പോഴത്തേക്കും സാധാരണ ഇച്ചിരി അറഗന്റ് ആണ് അവര്, ചിലപ്പോൾ വിളിച്ച് എന്തിനാ വിളിച്ചെന്ന് ചോദിക്കും. പക്ഷെ എന്റെ ഫോൺ എടുത്തത് ഒരു ലേഡി ആയിരുന്നു. പുള്ളിക്കാരോട് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഫോൺ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ റീമോൺസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെയാണ്, എനിക്ക് ക്ലാസ് തുടങ്ങി, എനിക്ക് എത്രയും പെട്ടെന്ന് അറിയണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് സഹതാപം തോന്നി. പുള്ളിക്കാരി എൻ്റെ അടുത്ത് എൻ്റെ പാസ്പോർട്ട് നമ്പർ ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ പാസ്പോർട്ട് നമ്പർ പറഞ്ഞപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് ഇത്ര പറഞ്ഞുള്ളൂ, നിങ്ങൾ അയച്ചു തന്ന ട്രാവൽ ഇൻഷുറൻസും നിങ്ങളുടെ പൈസയുടെ ഡോക്യുമെന്റ് ഇവിടെ റിസീവ് ആയിട്ടുണ്ട്, പ്രോസസ്സിംഗ് ആണ്, അല്ലാതെ വിസ കിട്ടിയെന്നൊന്നും പറഞ്ഞില്ല. അപ്പം അറ്റ്ലീസ്റ്റ് ആ മെയിൽ റിസീവിങ്ങിലായല്ലോ, കാരണം ഞാൻ മെയിൽ അയച്ചിട്ട് ഒരു അനക്കൂല്ല. പിന്നെ ഞാൻ ഓക്കെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഏറെക്കുറെ ഒരാഴ്ച എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും ഒരു 2 ലൈനുള്ള മെയിൽ വന്നു. അന്നേരം എന്റെ വിസ അപ്രൂവ് ഇല്ല. അന്നേരം എന്റെ അടുത്ത് പറയുന്നത് നിങ്ങളുടെ പാസ്പോർട്ട് VFS കൊണ്ട് സബ്മിറ്റ് ചെയ്യൂ, നിങ്ങൾ ഈ മെയിൽ കാണിച്ചാൽ മതി, അപ്പോയിന്റ്മെന്റ് ഒന്നും എടുക്കണ്ട, ഈ മെയിലിന്റെ പ്രിന്റ് ഔട്ട് എടുത്തുകൊണ്ട് പോവുക, എന്റെ VFS പാസ്പോർട്ട് കൊടുക്കാം. അത് ചോദിക്കണമെങ്കിൽ എന്തായാലും പാസ്പോർട്ട് തരാനായിരിക്കുമല്ലോ, അല്ലാതെ ഇവനെനിക്ക് അപ്രൂവ്ഡ് ഒന്നും ഒന്നുമില്ല. എന്നിട്ട് ഞാൻ എൻ്റെ പാസ്പോർട്ട് ഇത് നെക്സ്റ്റ് ഡേ തന്നെ VFS പോയി അവിടെ കൊടുത്തു. അവര് കൊറിയറിന്റെ ഒരു വേണ്ട ഞാൻ ജസ്റ്റ് ഈ പേപ്പർ ആ മെയിലിന്റെ പ്രിന്റ് ഔട്ട് കൊണ്ട് ഞാൻ നേരെ സെക്യൂരിറ്റി ഗാർഡിനെ കാണിച്ചു, സെക്യൂരിറ്റി ഗാർഡ് എന്നെ കാണിച്ചു. അപ്പൊ ഈ പ്രയോറിറ്റി ആക്സസും അവിടെ കൊണ്ടല്ലേ ഇരുത്തുന്നത്, സാധാ ആൾക്കാർ ഇരിക്കുന്നത് അവിടെ കൊണ്ട് ഇരുത്തും. എന്നിട്ട് എന്നെ അവര് വിളിച്ചു. ഞാൻ പോയിട്ട് എൻ്റെ പേപ്പറും പാസ്പോർട്ടും കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞു നിങ്ങളുടെ സർവീസിന് കൊറിയറിന്റെ ചാർജ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരെത്ര 2000 യൂറോ, സോറി യൂറോ ഇല്ല, 1500 2000 രൂപ കണ്ടു ചോദിച്ചു. ഞാൻ ഇത് കൊടുക്കാൻ റെഡിയായിരുന്നു. ഞാനപ്പം 2000 രൂപ കൊടുത്തു. അവരെൻ്റെ അടുത്ത് ഏത് ഇത് വേണമെന്ന് ചോദിച്ചു. ഞാൻ അവരുടെ ആലുവയല്ല ഈ പ്രാവശ്യം കാക്കനാടല്ല, എന്തിനാട്ടെ അവിടെ തേവരല്ല, അതിന്റെ അടുത്താ. ഞാൻ അവിടെ കൊണ്ടുവന്നിട്ട് അവിടുത്തെ DHL ഞാൻ കൊടുക്കാൻ പേര് പറഞ്ഞു. അപ്പം അവിടെ വന്നു, ഞാൻ ഡിസ്പാച്ച് ആയി. അത് പെട്ടെന്നായിരുന്നു കേട്ടോ. ഞാൻ പാസ്പോർട്ട് കൊടുത്തു, വിത്തിൻ 1 വീക്കിനുള്ളിൽ എനിക്ക് ഡിസ്പാച്ച് എന്ന് പറഞ്ഞ മെയിൽ വന്നു. ഞാൻ പോയി തുറന്ന് അതിൻ്റെ അകത്ത് എന്റെ വിസ അടിച്ചിട്ടുണ്ടെന്ന് കണ്ടപ്പോഴായിരുന്നു എനിക്ക് ആശ്വാസം വന്നത്. എന്നിട്ട് പിന്നെ വിസ കിട്ടി. അത് പിന്നെ അവര് 108 days എന്നെ വെള്ളം കുടിപ്പിച്ചു. പക്ഷെ അവസാനം അവര് തന്നു. അപ്പൊ ഞാൻ കണ്ടു എന്നുവെച്ചാൽ അവര് ആ സീൽ അടിച്ചതിന്റെ പുറത്ത് തന്നെ അവർ ഒട്ടിച്ചു തന്നു. പിന്നെ എന്റെ പാസ്പോർട്ടിൽ ഇപ്പൊ റിജക്ഷൻ വന്നു ആർക്കൊന്നും മനസ്സിലാകത്തില്ല. മീൻവെൽ ഞങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്റർ കംപ്ലീറ്റ്ലി കഴിഞ്ഞു, ഞങ്ങളുടെ എക്സാംസ് കഴിഞ്ഞു. ലാസ്റ്റ് എക്സാമിന്റെ അന്നാണ് ഇതിന് വിസ കിട്ടുന്നത്. എനിക്ക് പിന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അറ്റ്ലീസ്റ്റ് എക്സാമിന് മുമ്പെങ്കിലും ജർമ്മനിയിൽ കാലുകുത്താൻ സബ്ജക്ട് എഴുതാന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു രക്ഷയില്ല, കിട്ടിയില്ല. പിന്നെ എനിക്ക് ഒരു സബ്ജക്ട് ഞങ്ങളുടെ ഓൺലൈൻ എക്സാം ആയിരുന്നു. അതിന് ഞാൻ അതും പ്രൊഫസറിന്റെ സപ്പോർട്ട് എന്ന് പറയണല്ലോ. എനിക്കന്ന് ഈ സ്റ്റുഡന്റ് ID കാർഡ് കിട്ടണമെങ്കിൽ ജർമ്മനിയിൽ വരണം, തോസ്ക എന്ന് പറയും. അതാണ് പിള്ളേര് ഇവിടുത്തെ നമ്മുടെ കോളേജിൽ ID കാർഡ് ഉണ്ട്, അത് നോക്കിയിട്ടാണ് എക്സാമിന് നമ്മൾ ചെയ്യിക്കുക. ഞാൻ എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് പുള്ളിനെ കാണിച്ചത്. അപ്പൊ പുള്ളിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കാരണം അന്ന് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്ത് ഞാൻ മാത്രമേ. അപ്പം അത് കാണിച്ച് എന്നെ പുള്ളി എക്സാമിന് ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് ഒരു സബ്ജക്റ്റ് മാത്രമേ എനിക്ക് എഴുതാൻ പറ്റി, ഒരു സബ്ജക്റ്റ് മാത്രം. അത് അല്ലാതെ ഒരു സബ്ജക്റ്റും വേറെ എനിക്ക് എഴുതാൻ പറ്റില്ല. പിന്നെ ജർമ്മനിയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റും അതാത് സെമ്മിൽ എഴുതണമെന്നില്ല. നമ്മൾ എപ്പോഴാണ് റെഡി ആവുന്നത്, നമ്മൾ എപ്പോഴാണ് റെഡി അപ്പം നമുക്ക് വേണ്ടി എല്ലാ സബ്ജക്റ്റും ഒരു സെമസ്റ്ററിൽ എഴുതാം, അത്രേ ഉള്ളൂ. അത് നമ്മുടെ
ഓരോരുത്തരുടെ അത് നിതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. നിതിൻ ഇപ്പൊ സെക്കൻഡ് സെമ്മിൽ തന്നെ സബ്ജക്ട്സ് എല്ലാം തീർത്തു. പിന്നെ എത്ര സബ്ജക്റ്റും കൂടെ ഉണ്ടായിരുന്നു? രണ്ട് സബ്ജക്റ്റും കൂടെ ഉണ്ടായിരുന്നുള്ളൂ എഴുതാൻ. അത് മൂന്നാമത്തെ സെമ്മില് എഴുതി. അങ്ങനെ നിതിൻ സബ്ജക്ട്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഞാൻ വിസ കിട്ടി. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അടുത്ത് തന്നെയുള്ള പൈസ ഒന്നും നോക്കിയില്ല, അടുത്ത് തന്നെയുള്ള വിസ്താരയുടെ ഇത് കയറി വിസ്താരയുടെ ഫ്ലൈറ്റ് എടുത്ത് നേരെ ജർമ്മനിയിലേക്ക് കാലുകുത്തി. മാർച്ച് 7-ാം തീയതി. മാർച്ച് 7-ാം തോന്നുന്നു. ഇപ്പൊ ശരിക്കും പറഞ്ഞ കൃത്യം 1 വർഷമായി ഞാനിപ്പോ ജർമ്മനിയിൽ വന്നിട്ട്. അത് കഴിഞ്ഞ് എന്റെ നിതിൻ ഇവിടെ വന്നു കഴിഞ്ഞ് നിതിൻ മെഡിക്കലായതുകൊണ്ട് നിതിന് സ്കോളർഷിപ്പ് ഒക്കെ കിട്ടി. സ്കോളർഷിപ്പിനെ പറ്റി പറയാം. സ്കോളർഷിപ്പിന് മുമ്പ് ഈ കഴിഞ്ഞ വീട്ടിൽ പാർട്ട് ടൈമിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന് കാലുകുത്തി എനിക്ക് പിന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ പാർട്ട് ടൈം കിട്ടിയതാണ്. അതൊരു ഡിസൈനറായിട്ട് എനിക്ക് കിട്ടി. അതിപ്പോൾ എനിക്ക് ജർമ്മനിയിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു 5 മന്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡോയ്ച്ചർ സൈബറിന് മുമ്പ് എനിക്ക് വന്നതാണ് ഒരു ഇന്റേൺഷിപ്പ് ആയിരുന്നു. അപ്പോൾ നിതിൻ ലേറ്റ് ആയി വന്നത് കൊണ്ടും നിതിന് ഇങ്ങനെ ഹോട്ടൽ ടൈപ്പും ജോലിയൊന്നും കിട്ടാഞ്ഞുകൊണ്ട് നിതിന് നല്ലൊരു എക്സ്പീരിയൻസ് സമ്പാദിക്കാൻ പറ്റും. നല്ലൊരു ഫേമില് നോർമൽ ഒരു എന്താ പറയുന്ന ഒരു ഫാമിലി ബിസിനസ് ആയിരുന്നു എങ്കിൽ പോലും ഒരു ജർമ്മനിയിൽ ഒരു കമ്പനിയിലെ ഡിസൈനർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടി. അത് നിതിനെ പിന്നീട് ഒരു ഇന്റേൺഷിപ്പ്, നമ്മുടെ കൂട്ടത്തിൽ ആദ്യം ഇന്റേൺഷിപ്പ് കിട്ടുന്നത് നിതിനാണ്. അപ്പം ആ ഇന്റേൺഷിപ്പ് കിട്ടാനായിട്ട് നിതിനെ ഹെൽപ്പ് ചെയ്തു. അത് കഴിഞ്ഞാണ് ഇപ്പം പിന്നെ ഇന്റേൺഷിപ്പ് ഞാൻ പഠിക്കുന്ന മെക്കട്രോണിക്സ് ആൻഡ് റോബോട്ടിക്സ് ആണ്. അപ്പം ഞാനത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അന്ന് ഇന്റേൺഷിപ്പ് ഈ പാർട്ട് ടൈം കിട്ടാത്ത സമയത്ത് പിന്നെ ഞാൻ മാക്സിമം ചെയ്തുകൊണ്ടിരുന്ന ഒരു പണിയില്ലല്ലോ ചുമരിക്കണം. അപ്പൊ ഞാൻ മാക്സിമം ഇന്റേൺഷിപ്പുകൾ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഇന്റേൺഷിപ്പ് അപ്ലൈ ചെയ്ത് എനിക്ക് അൺചെയിൻ റോബോട്ടിക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഇന്റർവ്യൂ വന്നു. അപ്പം അതിന് ഇന്റർവ്യൂ വന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ഇവിടെ എല്ലായിടത്തും മെയിൻലി ഫസ്റ്റ് റൗണ്ട് HR റൗണ്ട് ആയിരിക്കും. HR റൗണ്ട് പോയി, HR റൗണ്ട് പാസ്സായി. സെക്കൻഡ് ടെക്നിക്കൽ റൗണ്ട് ആയിരുന്നു. ആ ടെക്നിക്കൽ റൗണ്ടിന് മുമ്പ് അവർ എനിക്കൊരു ടാസ്ക് തന്നു. എന്നിട്ട് എനിക്കൊരു 1 വീക്ക് ടൈം തന്നു. അതൊരു റോബോട്ടിന്റെ ഒരു യൂണിവേഴ്സൽ റോബോട്ട് എന്ന് പറഞ്ഞ റോബോട്ടിന്റെ പൈത്തൺ വെച്ചിട്ട് നമ്മൾ മോഡ്ബസ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവരുടെ ഒരു സോഫ്റ്റ്വെയർ ആണ് പോളിസ്കോപ്പ് എന്ന് പറഞ്ഞ്. അപ്പൊ അത് വെച്ചിട്ട് സിമുലേറ്റ് ചെയ്തിട്ട് കാണിക്കണമെന്ന് പറഞ്ഞൊരു ടാസ്ക് എനിക്ക് തന്നു. അത് എൻ്റെ മാനുവലൊക്കെ ജർമ്മനിലായിരുന്നു, പിന്നെ ടാസ്ക് മാത്രം ഇംഗ്ലീഷ് ആയിരുന്നു. എന്നിട്ട് അവര് സെക്കൻഡ് റൗണ്ട് അത് സോൾവ് ചെയ്തതിന് ശേഷം സെക്കൻഡ് റൗണ്ട് എനിക്ക് ഇന്റർവ്യൂ കമ്പനിയുടെ CTO കെവിൻ്റെ ഒപ്പമായിരുന്നു. അപ്പം ആ ഇന്റർവ്യൂവിൽ ഞാൻ സൊല്യൂഷൻ കാണിച്ചു. പിന്നെ ഇവിടെയുള്ള ഇന്റർവ്യൂ എല്ലാം നമ്മുടെ നാട്ടിലെ പോലെ കാണാപ്പടം പിടിച്ച് പണ്ട് ഇപ്പോൾ എന്താ ഹുക്സിലോ എന്താണ് അങ്ങനെയൊന്നും അല്ല ചോദിക്കുന്നത്. നമ്മുടെ എക്സ്പീരിയൻസും അവർക്ക് എന്താണ് വേണ്ടത്, അതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, ഒരു ടാസ്ക് തന്നാൽ അതിന്റെ റിസൾട്ടിനെക്കാളും കൂടുതൽ നമ്മൾ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നാണ് നോക്കുന്നതെന്ന് തോന്നുന്നു. എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, നമുക്കിത് ചെയ്യാൻ പറ്റുമോ, അതെല്ലാം നോക്കിയിട്ട് പിന്നെ അവരിപ്പോ ചോദിക്കും. ഇപ്പോൾ റോബോട്ടാണെങ്കിൽ നിങ്ങൾ ഇന്ന ഒരു ആപ്ലിക്കേഷനിൽ റോബോട്ടിനെ വെച്ചാൽ അതിന് നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കും. അതല്ലാതെ നിങ്ങൾ ബിടെക്കിന്റെ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ബുക്സിലോ എന്താണ്, അല്ലെങ്കിൽ ബിടെക്കിന്റെ ഫസ്റ്റ് ഇയർ പഠിച്ച ഓയിലറിന്റെ തിയറം എന്താണ്, അതൊന്നും അല്ല ചോദിക്കാം. നമുക്ക് ജോലിയിൽ എന്തൊക്കെ ആവശ്യം വരും അത് റിലേറ്റഡ് ചോദിക്കും. നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവരെന്നിട്ട് സെക്കൻഡ് റൗണ്ട് CTOടൊപ്പം ആയിരുന്നു. അത് ഞാൻ പാസ്സായി. അതിനുശേഷം തേർഡ് റൗണ്ട് ഓട്ടോമേഷൻ ഹാർഡ്വെയറിന്റെ സോഫ്റ്റ്വെയറിന്റെ 2 ഹെഡ്സ് ഉണ്ടായിരുന്നു, മിക്കിയും ഫാബിയും. അപ്പോൾ 2 പേരുടെ കൂടെ ആയിരുന്നു പിന്നെ തേർഡ് റൗണ്ട്. അങ്ങനെ തേർഡ് റൗണ്ട് ഇന്റർവ്യൂവും പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്കും ടോട്ടൽ 3 റൗണ്ട്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പാസ്സായപ്പോഴത്തേക്കും ഇന്റേൺഷിപ്പ് കിട്ടി. അപ്പം ആ സമയത്ത് ഞാൻ ഹെൻഗലിൽ മറ്റേ പാർട്ട് ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം 5 മന്ത് വരെ ചെയ്തു. ഒക്ടോബർ മുതൽ ഇന്റേൺഷിപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. അതാണ് നടന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് തന്നെ സെക്കൻഡ് സെമസ്റ്റർ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, അത് അറ്റൻഡ് ചെയ്തു. സെക്കൻഡ് സെമസ്റ്ററിന്റെ എക്സാം വന്നു. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ജർമ്മനിയിൽ നമുക്ക് ഏത് സബ്ജക്റ്റ് എപ്പോഴും എഴുതാം. അപ്പം ഫസ്റ്റ് സെമ്മിൽ എഴുതാതിരുന്ന എല്ലാ സബ്ജക്റ്റ് പ്ലസ് സെക്കൻഡ് സെമസ്റ്ററിലെ സബ്ജക്റ്റും എല്ലാം ഞാൻ എഴുതി. എന്നിട്ട് എനിക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ ഫുൾ സബ്ജക്റ്റുകളും ഫസ്റ്റ് സെമസ്റ്ററിലെ 2 സബ്ജക്റ്റ് ഒഴികെ പാടുള്ള 2 സബ്ജക്റ്റ് ഒഴികെയുള്ള ബാക്കിയെല്ലാം ഞാൻ എഴുതി. അപ്പൊ പിന്നെ ബാക്കി എനിക്ക് 2 സബ്ജക്റ്റോടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇന്റേൺഷിപ്പിന് പോന്നു. ഇന്റേൺഷിപ്പ് കിട്ടി. അതായത് ഇന്റേൺഷിപ്പ് ഞാൻ ഇപ്പൊ ഇരിക്കുന്ന പാടര ബോണ്ടിലേക്ക് വന്നു. അതായത് ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇന്റേൺഷിപ്പ് ബേസിക്കലി ഒരു സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് തന്നെ റോബോട്ടിക്സ് കമ്പനിയാണ്, ഇഷ്ടം പോലെ പഠിക്കാൻ പറ്റി.
അതൊരു ഡിഫറൻസ് ഞാൻ പറയാം. നിതിൻ ഇപ്പൊ ഒരു സ്റ്റാർട്ടപ്പിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ ബോഷിലാണ് വർക്ക് ചെയ്യുന്നത്. കുറച്ചും കൂടെ ഒരു വലിയ കമ്പനിയാണ്. അപ്പൊ ഞാൻ കൂടുതൽ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഓട്ടോമോട്ടീവ് ഇലക്ട്രോണിക്സിന്റെ ടെസ്റ്റിംഗിലാണ്. ഞാൻ വാലിഡേഷൻ ടെസ്റ്റ് എഞ്ചിനീയർ എന്നാണ് പറയുന്നത് എന്റെ പോസ്റ്റ്. ഞാൻ കൂടുതലും അതിൽ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഡെയിലി ചെയ്യുന്ന വർക്ക്സ് എന്ന് പറയുന്നത് എനിക്കൊരു തന്നിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് വർക്ക്സ് ഉണ്ട്, അത് മാത്രമാണ് ഞാൻ ഇൻവോൾവ് ആകുന്നത്. പക്ഷെ നിതിന്റെ കേസിൽ നിതിന് പല ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് തന്നെ പല ഡിപ്പാർട്ട്മെന്റ്സിലെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്കിപ്പം ഒരു സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു ബിഗ് പ്രോജക്റ്റിന്റെ എൻ്റെ ഒരു ഡിസൈന്, അതിന്റെ ഫുൾ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കമ്പോണൻസ് എല്ലാം നമ്മൾ തന്നെയായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ പിന്നെ കസ്റ്റമറിന്റെ സൈറ്റിൽ പോയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മളായിരിക്കും. അപ്പോൾ ബേസിക്കലി ഒരു റോബോട്ടിന്റെ ഒരു ആപ്ലിക്കേഷന് വേണ്ടി റോബോട്ടിനെ എന്തൊക്കെ ചെയ്യണം അത് ഫുള്ള് നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ എപ്പോഴും നമ്മുടെ എന്തെങ്കിലും ഹെൽപ്പ് എല്ലായിടത്തും വേണ്ടി വരും. അപ്പോൾ എല്ലായിടത്തും പോയി നമുക്ക് എപ്പോഴും എന്തെങ്കിലും ന്യൂ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പം ഇന്റേൺഷിപ്പ് ഇപ്പം എൻ്റെ നെക്സ്റ്റ് മന്ത് എൻ്റെ ആകുമ്പോൾ എൻഡ് ചെയ്യും. പിന്നെ എനിക്ക് ഇപ്പോൾ ഇവിടെ തന്നെ എനിക്ക് തീസിസിന്റെ കോൺട്രാക്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ കോൺട്രാക്ട് കൈ കിട്ടിയിട്ടില്ല, അവര് എൻ്റെ ഓഫർ ചെയ്തിട്ടുണ്ട്, മീറ്റിംഗ് കഴിഞ്ഞ് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇനി തീസിസും കൂടി ഇവിടെ വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയാണ് എൻ്റെ ഇന്റേൺഷിപ്പ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഡോയ്ച്ച്ലാൻഡ് സ്റ്റൈപ്പൻഡ് എന്ന് പറഞ്ഞ ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. അത് ജർമ്മനിയിൽ ഓരോ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ഗവൺമെന്റും കമ്പനിയും രണ്ടുപേരും കൂടെ പാർട്ണർഷിപ്പിൽ കൊടുക്കുന്ന സ്കോളർഷിപ്പാണ്. അപ്പം അത് കിട്ടുന്ന സ്റ്റുഡൻസിന് മന്ത്ലി 300 യൂറോസ് നമുക്ക് കിട്ടും. അപ്പൊ അതിൽ 150 euro നമ്മുടെ ഗവൺമെന്റും 150 euro ഏതെങ്കിലും ഒരു കമ്പനി സ്പോൺസർ ചെയ്യുന്ന കമ്പനി ആയിരിക്കും. അപ്പൊ എന്നെ സ്പോൺസർ ചെയ്യുന്ന കാൾ സൈസ് എന്ന് പറഞ്ഞ രണ്ട് കമ്പനികളുടെ ടൈപ്പ് ആയിട്ടുള്ള ഒരു സ്കോളർഷിപ്പിന്റെ ഒരു ബോഡി ഉണ്ട്. അവരാണ് എന്നെ സ്പോൺസർ ചെയ്യുന്നത്. അവര് ഒരു വലിയ ഒരു ഇൻഡസ്ട്രി ആണ് ജർമ്മനിയിലെ. അപ്പൊ അവരാണ് 150 euros എനിക്ക് തരുന്നത്. 150 euros ജർമ്മൻ ഗവൺമെന്റിന്റെ എഡ്യൂക്കേഷന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് സ്കോളർഷിപ്പിന്റെ, അവരാണ് തരുന്നത്. അപ്പം 300 അത് യൂണിവേഴ്സിറ്റിയാണ് സെലക്ട് ചെയ്യുന്നത്. അത് ടോട്ടൽ 2800 സ്റ്റുഡൻസ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലുള്ളതിൽ 1%, 28 സ്റ്റുഡൻസിന് മൊത്തം സ്കോളർഷിപ്പ് കൊടുക്കും. അതിൽ പല സ്റ്റുഡൻസിന് പല കമ്പനി മെക്കട്രോണിക്സ് ആൻഡ് റോബോട്ടിക്സ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഞാൻ മാത്രം ഉള്ളായിരുന്നു. അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഓരോ ആൾക്കാരെ വെച്ച്, അതുപോലെ മാസ്റ്റേഴ്സും ബാച്ചിലേഴ്സും പിന്നെ ആർട്സ് അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് ഓരോ ആൾക്കാരെ വെച്ച് കൊടുക്കും. അപ്പം എന്താണെന്നറിയില്ല, എനിക്കത് കിട്ടി. അപ്പം അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഇപ്പൊ മാസം 300 euro ചുമ്മാ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് എന്റെ ജർമ്മനിയിൽ വന്ന് റിജക്ഷൻ കഴിഞ്ഞിട്ട് നേരെയുള്ള പരിപാടികൾ. പിന്നെ അന്ന് അനുഭവിച്ച ടെൻഷന്റെ ഒക്കെ ഇന്ന് താങ്ക്ഫുള്ളി നന്നായിട്ട് പോകുന്നു. അതിപ്പം 6 months നാട്ടിൽ ഇരുന്നുകൊണ്ട് കുറച്ച് ഗുണങ്ങളും വന്നു. പിന്നെ അതുപോലെ തന്നെ അത്ര നാൾ നല്ല ടെൻഷൻ അടിച്ചു. അത് ഇപ്പൊ പിള്ളേർക്ക് റിജക്ഷൻ കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരുടെയും മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. കാരണം അത്രയും നാള് ഒരു ജോലിയും കളഞ്ഞ് ഞാൻ ഒരു നല്ലൊരു ബാങ്കിന്റെ ജോലിയും കളഞ്ഞ് വീട്ടിലിരിക്കുമ്പം വീട്ടിൽ വരുന്ന എല്ലാവരും നമ്മളിപ്പോ എല്ലാവരോടും പറഞ്ഞു ഞാൻ ജർമ്മനി പോകുമെന്ന് പറഞ്ഞിരുന്നിട്ട് പെട്ടെന്ന് റിജക്ഷൻ കിട്ടിയതിന് ശേഷം നമ്മളങ്ങ് ഇല്ലാണ്ടാവും. അതുകൊണ്ട് നമുക്ക് പിന്നെ അതിനെ ഫേസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എല്ലാവരും വന്നിട്ട് ചോദിക്കും പോയില്ലേ എന്ന് ചോദിക്കുക. ഇപ്പം നമുക്കെന്താ ഇപ്പൊ ഇവര് കോൺസുലേറ്റ് ഇവര് റീമോൺസ്ട്രേഷൻ എടുത്ത് കളഞ്ഞ തന്നെ അത് പിള്ളേർക്ക് ഇനി വരുന്ന പിള്ളേർക്ക് ഭയങ്കര ഒരു പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട്. അതിപ്പം അതെല്ലാം ഗവൺമെന്റിന്റെ വരുന്നതാണ്, നമുക്കൊന്നും പറയാനില്ല അതില്. ഇൻ ഷോർട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ആർക്കെങ്കിലും ഒക്കെ റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ടൈം നിതിനെ പോലെ യൂട്ടിലൈസ് ചെയ്യുക. ജർമ്മൻ പഠിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, നിതിന് ആ സമയത്താണ് പൈതണെന്നും എനിക്ക് തോന്നുന്നു പഠിച്ചതെന്ന് തോന്നുന്നു അല്ലെ. അതുപോലെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള സ്കിൽസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ മാക്സിമം അങ്ങോട്ടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞ് എക്സൽ ചെയ്യാൻ പറ്റും. സംഭവം വെച്ച് കഴിഞ്ഞാൽ അന്നേരം ഞാൻ അതും കൂടെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ടോട്ടലി ഔട്ട് ആയി പോകും. അപ്പൊ മാക്സിമം നമ്മൾ എന്തെങ്കിലും നമ്മുടെ മൈൻഡിനെ ഓക്യുപ്പൈഡ് ആയിരിക്കാൻ നോക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇരുന്ന് ചുമ്മാ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തോണ്ടിരുന്നത്. അത് സത്യം പറഞ്ഞ ഇവിടെ വന്ന് ജർമ്മനും കൂടെ പഠിച്ചുകൊണ്ട് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഉപകാരമാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ ജർമ്മൻ അറിയാമെങ്കിൽ സ്കിൽസ് ഇല്ലെങ്കിൽ പോലും ജർമ്മൻ അറിഞ്ഞാൽ മതി. ഇവിടെ ജർമ്മൻ അറിയണം. കാരണം ഇപ്പം എന്റെ കമ്പനി ആണെങ്കിലും അവിടെ ഇംഗ്ലീഷ് മതി, നിതിന്റെ എവിടെയാണെങ്കിലും ഇംഗ്ലീഷ് മതി. പക്ഷെ സോഷ്യൽ ഗ്യാതറിങ്സും അങ്ങനെയുള്ള എന്താ പറയുന്നത് ഒഫീഷ്യൽ അല്ലാണ്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ യൂസ് ചെയ്യുന്നത് ജർമ്മൻ ആണ്. ഇവൻ അവർക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ പോലും അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ജർമ്മൻ ആണ്. അവർ ജർമ്മൻ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും പറയുന്ന കേൾക്കാം ഇവിടെ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ സർവൈവ് ചെയ്യാന്ന്. ഇപ്പൊ ഒരു വിത്തിൻ ഫ്യൂ ഇയേഴ്സ് ചിലപ്പോൾ മാറുമായിരിക്കും. എന്നാലും ജർമ്മൻ വേണം. പിന്നെ നമ്മളൊരു ഇവിടെ എല്ലാവരും ജോലിനെ ഒരു ഫാമിലി ആയിട്ടാണ് കാണുന്നത്.
അപ്പം ഇവർക്ക് നമ്മൾ ജോലി എടുക്കുന്നതിലും കൂടുതൽ എല്ലാവരുമായിട്ട് എങ്ങനെയാണ് മിങ്കിൾ ചെയ്യുന്നത്. അതാണ് ബേസിക്കലി HR ഫസ്റ്റ് റൗണ്ട് HR അവർ നോക്കുന്നത്, നമ്മുടെ ക്യാരക്ടർ, നമ്മൾ അവരെങ്ങനെ അവരോട് പെരുമാറുന്നു. അപ്പം അതിൽ നമ്മൾ നല്ലോണം സംസാരിക്കും, നമ്മൾ കുറച്ച് നല്ലോണം പെരുമാറി കഴിഞ്ഞാൽ ഒരു 60% ഓക്കെയാണ്. ബാക്കിയുള്ള സ്കില്ലെന്ന് പറയുന്നത് അവർ നോക്കുന്നത് ഒരുവിധം നമ്മളെ കൊണ്ട് കഴിവുണ്ടോ, നമുക്കിപ്പോൾ എന്തെങ്കിലും തന്നത് പഠിച്ചെടുക്കാൻ നമുക്ക് പറ്റുമെന്നാണ് മിക്കവരും നോക്കാറുള്ളൂ. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാണ് പറഞ്ഞത്. ഞാനിപ്പോൾ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂസും എല്ലാം വെച്ചിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. അതിപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്ത ചില ഇൻ്റർവ്യൂലൊക്കെ അവർ പറയുന്നത്, എനിക്കൊരു ടാസ്ക് തന്നാൽ അവർ പറയുന്നത് അതിനൊരു 1000 സൊല്യൂഷൻസ് ഉണ്ട്, പക്ഷെ നിങ്ങളുടെ അപ്രോച്ചും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ. അത് ഒരു ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തതിൽ അവർ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ അടുത്ത് ഒരാൾ ഇരുത്തി എൻ്റെ ഡൗട്ടുകൾ അപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് ഞങ്ങൾ നോക്കുന്നത്. അത് വെക്കുമ്പോൾ തന്നെ അത് കാണുമ്പോൾ തന്നെ അവർക്ക് അറിയാം നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്ന്. പഠിക്കാനുള്ള മൈൻഡ് സെറ്റ്, നമ്മുടെ അപ്രോച്ച്. നമുക്കിപ്പം എല്ലാം അറിയണമെന്നില്ല. ഒരു സാധനത്തിന്റെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന കാണുമ്പോൾ അവർക്ക് അറിയാം നമ്മുടെ തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നും. അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും. കാരണം ഒരാൾക്കും 100% എന്തും അറിയത്തില്ല. ഇപ്പൊ കമ്പനിയിലുള്ള ആള് തന്നെ ഇപ്പം ഇന്റർവ്യൂവിൽ ഞാനിപ്പോൾ എൻ്റെ ബാഹ്യനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു എനിക്ക് ഇതിനെ പറ്റി അറിയില്ല കേട്ടോ. അപ്പൊ അവരെത്ര ഉള്ളൂ, നമുക്ക് അറിയില്ലെങ്കിൽ നോ എന്ന് പറയുക, നമുക്ക് നമ്മളെങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ കൾച്ചറും ഇവിടുത്തെ കൾച്ചറും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതാണ് അപ്പൊ അത്രേ ഉള്ളൂ മൊത്തത്തില് ഇന്നത്തെ വീഡിയോ. ഇത് ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അറ്റ്ലീസ്റ്റ് മൈൻഡ് എങ്കിലും അല്ലെ നന്നായിട്ട് ഇരിക്കാൻ വേണ്ടി ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പം അത്രേ ഉള്ളൂ. ബൈ, ചൂസ്.